സിനിമാതലങ്ങളുടെ ലോകത്ത് നിന്ന് മാധവിക്കുട്ടി മറഞ്ഞിട്ട് 17 വർഷങ്ങൾ. പക്ഷേ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തെ സചേതനമാക്കുന്ന പ്രചോദന കേന്ദ്രമായി അവരിപ്പോഴും നമുക്കൊപ്പം തന്നെയുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രണയത്തിൻ്റെ കാൽപ്പനികതയെക്കുറിച്ച് എഴുതുമ്പോഴും അദൃശ്യമായ ചങ്ങലക്കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ട സ്ത്രീ ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് ആകുലപ്പെടുമ്പോഴും നാം വീണ്ടും വീണ്ടും മാധവിക്കുട്ടിയെ വായിക്കുന്നു. കപട സദാചാരത്തിൻ്റെയും പുരുഷാധിപത്യ സമൂഹം തീർത്ത അച്ചടക്കത്തിൻ്റെയും ഉരുക്കുമുഷ്ടുകളിൽ ഞെരിഞ്ഞമർന്ന സ്ത്രീ ജീവിതങ്ങൾ ഉറക്ക വിളിച്ചു പറയാൻ ആഗ്രഹിച്ചതൊക്കെയും അവർക്ക് വേണ്ടി പറഞ്ഞു വെച്ചത് മാധവിക്കുട്ടിയായിരുന്നു. അതിതീവ്രമായി പ്രണയത്തെ, അതിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച പ്രണയനിരാസങ്ങളുടെ നൊമ്പരങ്ങളെ ഹൃദയ ദ്രവീകരണ ശക്തിയുള്ള ഭാഷയിൽ വരച്ചിട്ട എഴുത്തുകാരി കൂടിയാണ് മാധവിക്കുട്ടി. അവരോളം തീക്ഷ്ണമായി പ്രണയത്തെക്കുറിച്ച് എഴുതിയ എഴുത്തുകാരികൾ അത്യപൂർവമായിരിക്കും. പ്രണയത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് മാധവിക്കുട്ടിയുടെ വരികൾ കടമെടുക്കാതെ ഏതെഴുത്താണ് പൂർണ്ണമാകുക? പ്രണയത്തിൻ്റെ ഭ്രമിപ്പിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ലോകത്തേക്ക് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. പ്രണയത്തിൻ്റെ കാൽപ്പനികമായ അർത്ഥതലങ്ങൾ തേടി തലമുറകൾ ഇപ്പോഴും മാധവിക്കുട്ടിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രണയനിരാസങ്ങളുടെയും നിഷേധിക്കപ്പെട്ട സ്നേഹത്തിൻ്റെയും ഉണങ്ങാത്ത മുറിവുകൾക്ക് ഔഷധം തേടി നാം വീണ്ടും മാധവിക്കുട്ടിയിലേക്ക് മടങ്ങാൻ കുതിക്കുന്നു. മലയാളിക്ക് ആരായിരുന്നു മാധവിക്കുട്ടി? ചിലപ്പോൾ അവർ പ്രണയത്തിൻ്റെ രാജകുമാരി, മറ്റു ചിലപ്പോൾ സദാചാര കാപട്യങ്ങളുടെ വൻമതിലുകൾ തകർത്തെറിഞ്ഞ വിപ്ലവകാരിയായ എഴുത്തുകാരി. ചില ഘട്ടങ്ങളിൽ സ്നേഹിക്കപ്പെടാൻ തീവ്രമായി കൊതിച്ച, സ്നേഹം നിഷേധിക്കപ്പെട്ടപ്പോഴെല്ലാം വേദനയുടെ ആഴക്കയങ്ങളിൽ സ്വയം ആണ്ടുപോയ പച്ചയായ സ്ത്രീ ജീവിതം. ഇതെല്ലാമായിരുന്നു മാധവിക്കുട്ടി. ഇതുമാത്രമായിരുന്നില്ല മാധവിക്കുട്ടി. സ്വപ്നങ്ങളും ചിന്തകളും അടിയറ വയ്ക്കാതെ ജീവിക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ടെന്ന ബോധം പകർന്നു നൽകിയ പാഠപുസ്തകമായിരുന്നു അവർ. നന്ദി ആമി, സ്ത്രീകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന്, സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, ചിന്തകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളില്ലാത്ത ലോകം തുറന്നു തന്നതിന്, ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാനും അതിരുകളില്ലാതെ പ്രണയിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചതിന്.